ലക്ഷണങ്ങളുണ്ടോ? ഇത് സ്കീസോഫ്രീനിയ ആയിരിക്കാം. സമൂഹത്തിൽ വില്ലനായി മാറിക്കൊണ്ടിരിക്കുന്ന അസുഖത്തിന്റെ പേരാണ് സ്കീസോഫ്രീനിയ. സ്പഷ്ടമായി ചിന്തിക്കാനും വികാരങ്ങളെ കൈകാര്യം ചെയ്യുവാനും മറ്റുള്ളവരുമായി ഇടപഴകാനുമുള്ള കഴിവിനെ ബാധിക്കുന്ന ഗുരുതരമായ ഒരു മാനസിക രോഗമാണ് ഇത്. സ്കീസോഫ്രീനിയ രോഗത്തെ തിരിച്ചറിഞ്ഞതും ആ പേര് നൽകിയതും ബ്ലൂലർ എന്ന മനഃശാസ്ത്ര ഗവേഷകനാണ്. മസ്തിഷ്ക കോശങ്ങളിൽ സംഭവിക്കുന്ന ഭൗതികവും രാസായനികവുമായ മാറ്റങ്ങളിൽ വരുന്ന താളപ്പിഴവുകളാണ് ഈ രോഗത്തിന്റെ കാരണം. പ്രമേഹവും ഹൃദ്രോഗവും പോലെ ജീവശാസ്ത്രപരമായ ഒരു രോഗമാണിത്. സ്കീസോഫ്രീനിയ, ബൈപോളാർ ഡിസോർഡർ, വിഷാദരോഗം, പലതരത്തിലുള്ള അമിതമായ ഉത്കണ്ഠകൾ, ഒബ്സസീവ് കംപ്ലക്സീവ് ഡിസോർഡർ ഇവയാണ് വളരെ സാധാരണയായി കണ്ടുവരുന്ന മാനസിക രോഗങ്ങൾ. സ്കീസോഫ്രീനിയ, ബൈപോളാർ ഡിസോർഡർ എന്നീ അസുഖങ്ങൾ 100-ൽ ഒരാൾക്ക് വീതം കാണപ്പെടുന്നു. അമിതമായ ഉത്കണ്ഠ 100-ൽ 10 മുതൽ 15 വരെ ആളുകളിൽ ഉണ്ടാകാം. തലച്ചോറിലെ നാഡീകോശങ്ങൾ പരസ്പരം കൈമാറാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങളായ ഡൊപാമിൻ, ഗ്ലൂട്ടമേറ്റ് ഇവയുടെ ഏറ്റക്കുറച്ചിലുകൾ ഈ രോഗത്തിന്റെ മുഖ്യ കാരണമാണ്. പാരമ്പര്യം, ജന്മനാ തലച്ചോറിന് സംഭവിക്കുന്ന നാശങ്ങൾ, ഗർഭാവസ്ഥയിൽ ബാധിക്കാവുന്ന വൈറസ് രോഗങ്ങൾ, കുട്ടിക്കാലത്തെ ദുരനുഭവങ്ങൾ ഇവയൊക്കെയാണ് മറ്റു കാരണങ്ങൾ. മാനസിക സംഘർഷങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഒക്കെ ഈ രോഗാവസ്ഥയെ കൂടുതൽ മോശമാക്കും. സ്കീസോഫ്രീനിയയുടെ അടയാളങ്ങളും രോഗലക്ഷണങ്ങളും 3ആയി തിരിക്കാം. പോസിറ്റീവ് ലക്ഷണങ്ങൾ, നെഗറ്റീവ് ലക്ഷണങ്ങൾ, ക്രോണിക് ലക്ഷണങ്ങൾ. ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സംശയ സ്വഭാവം. തന്നെ ആരോ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. പങ്കാളിക്ക് അവിഹിത ബന്ധം. ബാഹ്യശക്തികൾ തന്റെ പ്രവർത്തനങ്ങളെയും ചിന്തകളെയും നിയന്ത്രിക്കുന്നു. ഈ തരത്തിലുള്ള തെറ്റായതും സംഭവിക്കാൻ സാധ്യതയില്ലാത്തതുമായ തോന്നലുകൾ. മറ്റുള്ളവരിൽ നിന്നും ഒഴിഞ്ഞു മാറുക, ഒന്നിനും താല്പര്യമില്ലാതിരിക്കുക, പഠനം, ജോലി, ശരീരവൃത്തി, ആഹാരം ഇവയിൽ അലസതയും താല്പര്യക്കുറവും. വൈകാരികമായ മാറ്റങ്ങൾ, ഭയം, ഉത്കണ്ഠ, നിർവികാരത, കാരണമില്ലാതെ ചിരിക്കുക, കരയുക. മിഥ്യാനുഭവങ്ങൾ, മറ്റുള്ളവർക്ക് കേൾക്കാൻ കഴിയാത്തതും കാണാൻ കഴിയാത്തതുമായ ശബ്ദങ്ങൾ കേൾക്കുക, കാഴ്ചകൾ കാണുക. കഠിനമായ ദേഷ്യം, ആത്മഹത്യാ പ്രവണത, കൊലപാതക വാസന, ബന്ധമില്ലാത്തതും അർത്ഥമില്ലാത്തതുമായ സംസാരം, കണ്ണാടി നോക്കി ചേഷ്ടകൾ കാണിക്കുക. സ്കീസോഫ്രീനിയയ്ക്കുള്ള മരുന്നുകൾ പൊതുവെ ആന്റിസൈക്കോട്ടിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. മസ്തിഷ്കത്തിലെ ഡോപ്പമിന്റെ അധികാവസ്ഥ കുറച്ചു കൊണ്ടുവരികയാണ് ഇത്തരം മരുന്നുകൾ ചെയ്യുക. ഈ അസുഖത്തെ പലരും ഒരു രോഗമായി കണക്കാക്കുന്നില്ല, മറിച്ച് വളർത്തുദോഷമോ ഗൃഹദോഷമോ ദൈവശാപമോ അമാനുഷിക ശക്തികളോ ആണെന്ന് തെറ്റിദ്ധരിക്കും. സമൂഹത്തിൽ തികച്ചും സാധാരണമായ ഈ രോഗം 100 പേരിൽ ഒരാളെ വീതം ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ബാധിക്കും. ശരിയായ ചികിത്സയിലൂടെയും പരിചരണങ്ങളിലൂടെയും സ്കീസോഫ്രീനിയയെ ഭേദമാക്കാം. മരുന്ന് കഴിക്കാൻ വിസമ്മതിക്കുന്ന രോഗികൾക്കായി അവരറിയാതെ കൊടുക്കാവുന്നതും 2 ആഴ്ചയിലോ മാസത്തിലൊരിക്കലോ ഇഞ്ചക്ഷൻ രൂപത്തിൽ കൊടുക്കാവുന്നതുമായ മരുന്നുകളും ലഭ്യമാണ്. രോഗിയെ മയക്കി കിടത്തി ചെറിയ അളവിൽ വൈദ്യുതി തലച്ചോറിലൂടെ കടത്തിവിട്ട് തകരാറുകൾ പരിഹരിക്കുന്ന രീതിയാണ് മറ്റൊന്ന്. ഇതിന് ഏകദേശം 40 സെക്കൻഡ് മാത്രമേ ആവശ്യമുള്ളൂ. ഇത്തരത്തിൽ തലച്ചോറിലേക്ക് വൈദ്യുതി പ്രസരിപ്പിക്കുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഒട്ടേറെ രാസപദാർത്ഥങ്ങളുടെ അസന്തുലിതാവസ്ഥ ശരിയാക്കി കൊടുക്കാൻ തലച്ചോറിനെ സഹായിക്കും. മരുന്നുകളൊന്നും ഫലിക്കാത്തവർക്കും മരുന്ന് കഴിക്കാൻ വിസമ്മതിക്കുന്നവർക്കും അബോധാവസ്ഥ പോലെ കാണിക്കുന്ന കാറ്ററ്റോണിക് അവസ്ഥ പ്രകടിപ്പിക്കുന്നവർക്കും ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പി വളരെ ഫലപ്രദമാണ്. ആശയവിനിമയത്തിനുള്ള പ്രയാസം, സ്വന്തം ശരീരത്തെക്കുറിച്ച് ശ്രദ്ധയില്ലായ്മ, മറ്റുള്ളവരുമായി ബന്ധം സ്ഥാപിക്കാനും ബന്ധങ്ങൾ നിലനിർത്താനുമുള്ള താല്പര്യമില്ലായ്മ തുടങ്ങി പ്രശ്നങ്ങളാൽ വിഷമിക്കുന്ന രോഗികൾക്ക് ഒരാശ്വാസമാണ് സാമൂഹിക മനഃശാസ്ത്ര ചികിത്സ. സൈക്കോതെറാപ്പി, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, രോഗപരിചാരകർക്ക് രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുക, തൊഴിലധിഷ്ഠിത സാമൂഹിക പുനരധിവാസം ഇവയെല്ലാം അടങ്ങിയതാണ് ഈ സമഗ്ര ചികിത്സാ രീതി. എന്നിരുന്നാലും സൈക്കോതെറാപ്പിക്കൊപ്പം മരുന്നുകളും ഉപയോഗിക്കണം. രോഗാവസ്ഥയെ മനസ്സിലാക്കി അതുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ സൈക്കോതെറാപ്പി രോഗികളെ സഹായിക്കുന്നു. മരുന്നുകൾ യഥാസമയത്ത് കൊടുക്കുന്നതിൽ പരിചാരകർക്ക് വലിയ പങ്കുണ്ട്. മരുന്നുകൾ കൃത്യസമയത്ത് നൽകാനും മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് രോഗികളെ പറഞ്ഞു മനസ്സിലാക്കാനും പരിചാരകർ ശ്രദ്ധിക്കണം. ആശുപത്രി വിട്ട രോഗികൾക്ക് മതിയായ ചികിത്സ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മരുന്നുകൾ നിർത്തിക്കളയുന്ന രോഗികളിലും തുടർ ചികിത്സയ്ക്ക് പോകാത്തവരിലും രോഗാവസ്ഥ തിരിച്ചുവരാം. ചികിത്സ തുടരാൻ രോഗികളെ പ്രേരിപ്പിച്ച് ചികിത്സയിൽ സഹായിക്കുന്നതിലൂടെ പരിചാരകർക്ക് രോഗികളുടെ ജീവിതം മെച്ചപ്പെടുത്താനാകും.